ശക്തമായ എതിർപ്പുകൾ വന്നതോടെ ഗവൺമെന്റ് ഇൻഡെക്സേഷനെ ഒരു ഓപ്ഷനായി കൊണ്ടുവരികയും ചെയ്തു. എന്ന് വെച്ചാൽ നിങ്ങൾ റെസിഡന്റ് ആയ ഇൻഡിവിജ്വൽ ആണെങ്കിൽ 23 ജൂലൈ 2024 ശേഷം നിങ്ങൾ പ്രോപ്പർട്ടി വിറ്റാലും നിങ്ങൾക്ക് ഒന്നുകിൽ 20% ടാക്സ് വിത്ത് ഇൻഡെക്സേഷൻ ചൂസ് ചെയ്യാവുന്നതും അല്ലെങ്കിൽ 12% വിത്തൗട്ട് ഇൻഡെക്സേഷൻ ചൂസ് ചെയ്യാവുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കൊണ്ടുവരികയും ചെയ്തു. ഇതിലൂടെ റെസിഡൻസിന് മാത്രമാണ് ഒരു ബെനിഫിറ്റ് ഉണ്ടായത്. അതേസമയം NRIസിന് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ലാത്തതും അവർക്ക് ഇൻഡെക്സേഷൻ ഇല്ലാതെ 12% തന്നെ ടാക്സ് നൽകേണ്ടതുമായി വരുന്നു. അതായത് 2,40,000 രൂപ നേരത്തെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത സ്ഥാനത്ത് ഇപ്പോൾ 34,37,500 രൂപ ടാക്സ് ആയിട്ട് നൽകേണ്ടി വരുന്നു. ചുരുക്കത്തിൽ 2024 ജൂലൈ 23 ശേഷം വിറ്റ റെസിഡൻസിന് ഒരു ഓപ്ഷൻ നിലനിൽക്കുകയും എന്നാൽ നോൺ റെസിഡൻസിന് ആ ഓപ്ഷൻ നിലനിൽക്കാതിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് വരും വീഡിയോയിലൂടെ റെസിഡന്റ് ആണെങ്കിൽ 23 ജൂലൈ 2024 ശേഷം വിറ്റ പ്രോപ്പർട്ടിക്ക് എങ്ങനെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണമെന്നും അതിന് മുന്നേ വിറ്റ പ്രോപ്പർട്ടി ആണെങ്കിൽ എങ്ങനെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നോൺ റെസിഡന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 23 ജൂലൈക്ക് മുമ്പും ശേഷവും വിറ്റതിൽ എന്താണ് വ്യത്യാസം വരുന്നതെന്നും എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാം. The point there is we wanted to simplify the approach to taxation.